മക്കളെ, ഇന്ന് നമുക്ക് ഗിഡ്കി എന്ന ലഘുകഥയിലെ യുവതിയുടെ ഡയറി നോക്കാം. യുവതിയുടെ ഡയറിയാണ് നമ്മൾ നോക്കുന്നത്. കമൻറ്റിൽ ചോദിച്ചതിനനുസരിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ചെയ്യുന്നത്. നോക്കാം. താരിഖ് നിങ്ങളിവിടെ കൊടുക്കുക. ഒരു ഡേറ്റ് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡേറ്റ് തീർച്ചയായിട്ടും കൊടുക്കണം. ഓക്കെ, ഇതിൽ നിങ്ങൾ ഡേറ്റ് കൊടുക്കണം. ഞാൻ കൊടുത്തിട്ടില്ല, നിങ്ങൾ ഡേറ്റ് കൊടുക്കുക. आज मैं बड़ी उम्मीदों के साथ ഷാൾ भेजने गई थी. ഇന്ന് ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ ഞാൻ ഇന്ന് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ഷാൾ भेजने गई थी, ഷാൾ വിൽക്കാൻ വേണ്ടി പോയിരുന്നു. ലേക്കിൻ കുൽ മിലാക്കർ 5 ഷാൾ की ബിക്ർ എന്നാണ്, ബിക്ർ സഗി. എന്നാൽ ആകെ 5 ഷാളിൻ്റെ വിൽപ്പനയാണ് നടന്നത്. വേ ബി കം ദാം പർ, അതും ഏറ്റവും കുറഞ്ഞ വിലയിൽ. കം ദാം, ഏറ്റവും കുറഞ്ഞ വിലയിൽ. റെയിൽഗാഡി മേ ബൈട്ടി വഹ് മഹിള ഷെരീഫ് ലഗ്തി തി, റെയിൽഗാഡിയിലിരിക്കുന്ന ആ മഹിളയെ കണ്ടപ്പോൾ പണക്കാരിയാണെന്ന് തോന്നിയിരുന്നു. വഹ് കീമത്ത് കം കർത്തി ജാ രഹി തി, പക്ഷേ അവർ വില കുറച്ച് പറഞ്ഞു വരികയായിരുന്നു. മുജെ പൈസയ്ക്ക് സൗരത്ത് തി, എനിക്ക് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു, വളരെ അത്യാവശ്യമായിരുന്നു എനിക്ക് പൈസ. ഇസ്ലിയെ കഹാ കി 5 ഷാൾ ലേ തോ കം കർ ദൂങ്കി, അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു 5 ഷാൾ എടുക്കുകയാണെങ്കിൽ വില കുറച്ച് തരാം എന്ന് പറഞ്ഞു. ലേക്കിൻ ജബ് ഉസ്നെ കഹാ കി, പക്ഷേ അവർ എപ്പോഴാണോ 250 രൂപയ്ക്ക് പകരം ബദലെ പകരം 250 രൂപയ്ക്ക് പകരം 100 രൂപ ദേ സക്തി ഹേ തോ, നൽകുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മേരാ ഗല രൂന്ത് ഗയ, എൻ്റെ തൊണ്ടയിടറുകയും ആങ്കേ ബർ ആയിതി, കണ്ണുകൾ നിറയുകയും ചെയ്തു. അന്തമേ 150 മേ തൈക്കിയ, അവസാനം 150 രൂപയ്ക്ക് തീരുമാനിച്ചു. ഉസ്നെ 5 ഷാൾ ഖരീദേ, അവർ 5 ഷാൾ വാങ്ങി. ലേക്കിൻ महिला के पास बैठे आदमी को यह व्यवहार उतना अच्छा नहीं लग रहा था, പക്ഷേ ആ സ്ത്രീയുടെ അരികിലിരിക്കുന്ന വ്യക്തിക്ക് ഇവരുടെ സ്വഭാവം, ഇവരുടെ പെരുമാറ്റം അത്ര നല്ലതായി തോന്നിയിരുന്നില്ല. अब क्या करूं, ഇനി എന്ത് ചെയ്യും? परिवार के खर्चों के लिए और नए शाल खरीदने के लिए पैसे कैसे जुटाए, കുടുംബത്തിൻ്റെ ചിലവിന് വേണ്ടിയും അതുപോലെ തന്നെ പുതിയ ഷാളുകൾ ഇനിയും വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് പുതിയ ഷാളുകൾ വാങ്ങിക്കുന്നതിന് വേണ്ടി പൈസ കൈസേ ചുടായേ, പൈസ എങ്ങനെ സ്വരൂപിക്കും, ഇനി എന്തു ചെയ്യും എന്ന് യുവതി ഡയറി എഴുതിയതാണ്. യുവതിയുടെ ഡയറിയാണ് നമ്മൾ ഇപ്പോൾ നോക്കിയത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.